എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 6 പോയിൻറ്റ്സാണുള്ളത്. ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ ഡയമീറ്റർ വ്യാസമാണ് AB. വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വൃത്തകേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നതാണല്ലോ. അപ്പം വ്യാസം വൃത്തത്തെ 2 തുല്യ ഭാഗങ്ങളാക്കുന്നു, അല്ലേ, 2 അർദ്ധവൃത്തങ്ങളാക്കുന്നു. അങ്ങനെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളായ എയും ബിയും കൂടി വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലുണ്ടാക്കുന്ന കോണും 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ഇനി സെക്കൻഡ് പോയിൻ്റ്, ഇത് വെച്ചുകൊണ്ട് നമുക്ക് കണക്ക് ചെയ്യാൻ ഉണ്ട്. സാധാരണ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെയും AB എന്താണ്? വ്യാസം അഥവാ ഡയമീറ്ററാണ്. വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയാണെന്ന് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടു. അപ്പോൾ ഇവിടെ ആംഗിൾ APB 90 ഡിഗ്രിയാണ്. പിന്നെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ അറ്റത്തുള്ള പോയിൻറ്റ്സായ എയും ബിയും വൃത്തത്തിനകത്ത് ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? അതായത് ഇവിടെ ആംഗിൾ AQB എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഇവിടെ വാ തുറന്നിരിക്കുന്ന വശമാണ് വലുത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആംഗിൾ AQB ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി എന്നാണ്. അതായത് വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിനകത്ത് ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 90 ഡിഗ്രിയിൽ കൂടുതലാണ്. പിന്നെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിന് പുറത്ത് ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ, അതായത് ആംഗിൾ ARB 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. വൃത്തത്തിലെ ഒരു ബിന്ദുവിലാണെങ്കിൽ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി, വൃത്തത്തിനകത്ത് ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയിൽ കൂടുതൽ, പുറത്തെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 90 കുറവ്. ഇനി തേർഡ് പോയിൻ്റ്, ഇവിടെ APB എന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറുചാപമാണ് AQB. അതായത് APB ഒരു വൃത്തഭാഗമാണ്. അത് വൃത്തം പൂർത്തിയാകാൻ AQB എന്നൊരു ചാപം കൂടെ വേണം. അപ്പോൾ APBയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറുചാപമാണ് AQB. അത് തിരിച്ചും പറയാം, AQB എന്ന ആർക്കിൻ്റെ മറുചാപം അഥവാ ഓൾട്ടർനേറ്റ് ആർക്കാണ് APB. അപ്പോൾ AQB എന്ന ആർക്കിലെ ഒരു പോയിൻ്റായ Qവിൽ എയും ബിയും കൂടി ഉണ്ടാക്കുന്ന ആംഗിളാണ് X. ഇത് ഈ APBയുടെ സെൻട്രൽ ആംഗിളായ, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? APB ഇതിലെ എയും ബിയും സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ. ഈ ആംഗിൾ 2x ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും ഇത് X. ഇത് 2x ആണെങ്കിൽ ഇത് X. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, APB എന്ന ആർക്കിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് Y. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായ അല്ലെങ്കിൽ മറുചാപമായ AQBയുടെ സെൻട്രൽ ആംഗിൾ എത്ര വരും? 2y. ഇത് 2xും 2yയും കൂടെ കൂട്ടിയാൽ 360 ആയിരിക്കും. പിന്നെ അടുത്ത ഒരു പോയിൻ്റ്, ഈ ആർക്കിലെ ഏതൊരു പോയിൻറ്റിലും എയും ബിയും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ തുല്യമായിരിക്കും. അത് എത്രയായിരിക്കും? y ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ആംഗിൾ APB y ഡിഗ്രി ആയതുകൊണ്ട് ഈ എയും ബിയും ഈ ആർക്കിലെ ഏതൊരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളും y ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഈ AQB ഈ ആർക്കുണ്ടല്ലോ, ഈ ആർക്കിൽ എയും ബിയും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഇൻ സെയിം ആർക്ക് ആർ ഈക്വൽ. ഇപ്പോൾ ഇവിടെ ആംഗിൾ AQB X ആയതുകൊണ്ട് ഇവിടെ ഏതൊരു പോയിന്റിൽ എയും ബിയും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ X ആയിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ X + Y 180 ഡിഗ്രി. ഇതാണ് തേർഡ് പോയിൻ്റ്. പിന്നെ അടുത്ത പോയിൻ്റ്, നാലാമത്തെ പോയിൻ്റ്, ഇവിടെ ABCD എന്നൊരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം കാണുന്നില്ലേ? ആ ചതുർഭുജത്തിൻ്റെ വെർട്ടെക്സായ മൂലകളായ ABCD എല്ലാം സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിന് പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. അതായത് ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും 4 വെർട്ടെക്സും വൃത്തത്തിലെ ബിന്ദുക്കളായാൽ അങ്ങനെയുള്ള ചതുർഭുജത്തിന് പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത,
ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാലും 180 ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180. പിന്നെ 5ാമത്തെ പോയിന്റ്, വെൻ കോഡ്സ് എ ബി ആൻഡ് സി ഡി ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ. ഇൻസൈഡ് ദി സർക്കിൾ, 2 ഞാണുകൾ വൃത്തത്തിനകത്തെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ, അതായത് എ ബി എന്ന ഞാണും സി ഡി എന്ന ഞാണും വൃത്തത്തിനകത്ത് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഏത് പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ പി എന്ന പേര് കൊടുത്തു. അപ്പം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഇത് വൃത്തത്തിനകത്ത് കൂട്ടിമുട്ടിയാലും പുറത്ത് കൂട്ടിമുട്ടിയാലും, കണ്ടോ ഇവിടെ എ ബി എന്ന ഞാണുണ്ട്, സി ഡി എന്ന ഞാണുണ്ട്. അത് പുറത്തേക്ക് നമ്മൾ വരച്ചപ്പോൾ പുറത്ത് പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഇവിടെയും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ എ ബി സി ഡി എന്ന 2 കോഡ്സ് വൃത്തത്തിനകത്ത് പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി നമുക്ക് കിട്ടി. ഇനി ഇവിടുത്തെ ഈ എ ബി എന്ന കോഡ് കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന കോഡ് അഥവാ ഞാനാണല്ലോ, വ്യാസം അഥവാ ഡയമീറ്റർ. അപ്പോൾ ഈ എ ബി കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ എ ബി ഇവിടെ എന്താണ്? വ്യാസമാണ്. പിന്നെ ഈ സി ഡി എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡാണ്. കണ്ടില്ല, ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. ഇങ്ങനെയുള്ള സമയത്തും എന്ത് വരും? പി എ ഇൻറ്റു പി ബി, അതായത് എ ബി സി ഡി എന്നീ ഞാണുകൾ പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. എ ബി ഡയമീറ്ററാണ്, കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന കോഡാണ് ഡയമീറ്റർ. അപ്പോൾ എ ബിയും സി ഡിയും പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ നമ്മുടെ ആ റിലേഷൻ പ്രകാരം എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നുവെന്ന്. പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ടു കോഡ് ബൈസെക്റ്റ് കോഡ്, ഓർക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ പി സിയും പി ഡിയും തുല്യമാണ്. അപ്പം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി ഡിക്ക് പകരം പി സി ഇട്ടാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പിന്നെ ലാസ്റ്റ് പോയിന്റ്, സ്ക്വയർ വിത്ത് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം. അത് നമ്മൾ വരയ്ക്കുന്ന വിധം എളുപ്പമുള്ള ഇതാണ്. ഇത്രയും കാര്യങ്ങളാണ് സർക്കിൾസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ നോക്കാം. ഇൻ ദി ഫിഗർ, ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ, ചെക്ക് വെദർ ദ പോയിൻറ്റ്സ് പി ക്യു ആർ ആർ ഔട്ട്സൈഡ് ദി സർക്കിൾ, ഇൻസൈഡ് ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ. എ ബി ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരച്ചാൽ ഈ പോയിൻറ്റ്സ് പി ക്യു ആർ ഇത് വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയാണെന്ന് നമ്മൾ കണ്ട്. 90 ഡിഗ്രിയാണ്. വൃത്തത്തിനകത്ത് ഉണ്ടാക്കുന്ന കോൺ 90-ൽ കൂടുതലാണ്. വൃത്തത്തിന് പുറത്ത് ഈ വ്യാസത്തിൻ്റെ ഡയമീറ്ററിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൻ്റെ പുറത്തുണ്ടാക്കുന്ന കോൺ 90-ൽ കുറവാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഓരോ പോയിൻറ്റ്സും എവിടെയാണെന്ന് എഴുതാമല്ലോ. പി എവിടെയായിരിക്കും? 90-ൽ കുറവായതുകൊണ്ട് വൃത്തത്തിന് പുറത്ത് അല്ലേ, ഔട്ട്സൈഡ് ദി സർക്കിൾ, ഔട്ട്സൈഡ് ദി സർക്കിൾ. പിന്നെ ക്യൂ 90 ഡിഗ്രി ആയതുകൊണ്ട് ഓൺ ദി സർക്കിൾ, വൃത്തത്തിലെ ബിന്ദുവാണ്. പിന്നെ ആർ 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് എവിടെയാണ്? ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിന് അകത്ത് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ, ആംഗിൾ എ 70 ഡിഗ്രി, ആംഗിൾ ബി 130 ഡിഗ്രി, ആംഗിൾ സി നമുക്കറിഞ്ഞുകൂടെ, ആംഗിൾ ഡി 50 ഡിഗ്രി. ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ സി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾ സി എത്രയായിരിക്കും? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ചതുർഭുജത്തിൻ്റെ 4 കോണുകളും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 360-ൽ നിന്ന് ഇതൊക്കെ കൂട്ടിയത് കുറച്ചാൽ പോരെ? അപ്പോൾ ഇത് വരും 130 പ്ലസ് 70 പ്ലസ് 50. അപ്പോൾ 360 മൈനസ് ഇത് കൂട്ടിയാൽ എത്ര വരും? 130ഉം 70ഉം 200, 200ഉം 50ഉം 250.
360 നിന്ന് 250 കുറച്ചാൽ എത്ര വരും? 360 250 0 110 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഓഫ് പോയിന്റ് എ വെൻ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ബി ഡി ആസ് ഡയമീറ്റർ. ഈ ബി ഡി യോജിപ്പിച്ചുകൊണ്ട് ബി ഡി ഡയമീറ്ററായിട്ടൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ എയുടെ സ്ഥാനം എവിടെയായിരിക്കും? ഈ ഡയമീറ്ററായിട്ട് ഏതെങ്കിലും ഇപ്പം ബി ഡി ഡയമീറ്ററായിട്ട് സർക്കിൾ വരയ്ക്കുന്നു, എ ബി ഡയമീറ്ററായിട്ട് വരയ്ക്കും, അങ്ങനെ ചോദിക്കുമ്പോൾ ഒക്കെ തന്നിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണോ, 90-ൽ കൂടുതലാണോ, 90-ൽ കുറവാണോ എന്ന് നോക്കിയാൽ മതി. ആംഗിൾ എ എത്രയാണ്? 90-ൽ കുറവാണ്. 90-ൽ കുറവാണെങ്കിൽ എവിടെയാണ്? വൃത്തത്തിന് പുറത്ത്, ഔട്ട്സൈഡ് ദി സർക്കിൾ. അപ്പോൾ പൊസിഷൻ ഓഫ് പോയിന്റ് എ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇനി സി ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഓഫ് പോയിന്റ് സി വെൻ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ബി ഡി ആസ് ഡയമീറ്റർ. സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? സി 90-ൽ കൂടുതലല്ലേ, അപ്പോൾ എവിടെയായിരിക്കും? 90-ൽ കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിന് അകത്ത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദി ഫിഗർ ആംഗിൾ എ ഒ ബി 140 ഡിഗ്രി. ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ എ ക്യു ബി. അപ്പോൾ ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ഈ ചാപത്തിൻ്റെ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. ഈ ആംഗിൾ 140 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ആംഗിൾ എ ക്യു ബി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുചാപത്തിലെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിൻ്റാണ് ക്യൂ. അപ്പോൾ ഈ ക്യൂവിലുണ്ടാക്കുന്ന ആംഗിൾ 140-യുടെ പകുതി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് എത്ര വരും? 70 ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ എൻ്റെ ആൻസർ എത്ര വരും? 70 ഡിഗ്രി. പിന്നെ ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ എ പി ബി. ആംഗിൾ എ പി ബി നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഇവിടെ ആംഗിൾ എ ക്യു ബി 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ഒരു ആംഗിൾ അല്ലേ ആംഗിൾ എ പി ബി. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് 70 ആകുമ്പോൾ ഇത് എത്ര വരും? 180 മൈനസ് 70 എത്ര വരും? 110. അപ്പോൾ ആംഗിൾ എ പി ബി എത്രയാണ്? 110 ഡിഗ്രി. പിന്നെ വേറൊരു രീതിയിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാം. എ ക്യു ബി പി എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ. ഇതിൻ്റെ 4 വെർട്ടക്സും സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതെന്ത് ക്വാഡ്രിലാറ്ററലാണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 അല്ലേ. അപ്പോൾ ഇത് 70 ആകുമ്പോൾ 110 അങ്ങനെയും പറയാം. ആംഗിൾ എ പി ബി എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ആർ ബി എത്ര വരും? ഒരേ ആർക്കിലെ ആംഗിൾസ് അല്ലേ ഇത്. അപ്പോൾ ആംഗിൾ എ പി ബി 110 ആയതുകൊണ്ട് ആംഗിൾ എ ആർ ബിയും എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 110 ഡിഗ്രിയാണ്, ഇതും 110 ഡിഗ്രിയാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി ഫിഗർ ആംഗിൾ എ പി ബി 60 ഡിഗ്രി. ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ എ ക്യു ബി ആൻഡ് ആംഗിൾ എ ആർ ബി. ഇതൊക്കെ ഈ ആർക്കിലെ ഈ എ പി ബി എന്ന ആർക്കിലെ പോയിൻറ്റ്സ് അല്ലേ, ക്യൂവും ആറും ഒക്കെ. അപ്പോൾ ആംഗിൾ സെയിം ആർക്കിലെ ആംഗിളൊക്കെ ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് 60 ആയതുകൊണ്ട് ഈ ആംഗിളും 60 വരും, ഈ ആംഗിളും 60 വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ കുറച്ച് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ആംഗിൾ സി ഡി ബി ആണ്. അപ്പോൾ ഏതാണ് സി ഡി ബി എന്നുള്ള ആംഗിൾ? സി ഡി ബി ഈ ആംഗിൾ വരും. അപ്പോൾ ഇവിടെ സി ബി എന്ന് പറയുന്നത് ഒരു കോഡ് അഥവാ ഞാണാണല്ലോ. ഈ ഞാൻ നിർണ്ണയിക്കുന്ന ഒരേ ആർക്ക് ആണ് ഈ മുകളിലുള്ളത്. ഈ ആർക്കിലെ ആംഗിൾസാണ് ആംഗിൾ സി ഡി ബിയും പിന്നെ സിയും ബിയും കൂടി ഈ വൃത്തഭാഗത്ത് ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ സി എ ബിയും. അപ്പോൾ ആംഗിൾ സി എ ബി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 40. അപ്പോൾ ആംഗിൾ സി ഡി ബി എത്രയാണ്? 40. അപ്പോൾ ആംഗിൾ സി ഡി ബി ഈക്വൽ ടു ആംഗിൾ സി എ ബി ഈക്വൽ ടു
40 ഡിഗ്രി. ഇനി ഏത് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ DAC, ഈ ആംഗിൾ അല്ലേ. അപ്പോൾ DC എന്ന കോഡ് നിർണ്ണയിക്കുന്ന ഒരേ ഒരേ ആർക്കിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ DAC. പിന്നെ ഡിയും സിയും കൂടി ഈ ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ DBC. അപ്പോൾ ആംഗിൾ DACയും ആംഗിൾ DBCയും ഈക്വലാണ്. എത്രയാണ്? ആംഗിൾ DBC 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ DACയും എത്ര തന്നെയാണ്? 50 ഡിഗ്രി. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണ്? ആംഗിൾ ABD, ഈ ആംഗിൾ. അപ്പോൾ അത് ഏത് കോഡ് അഥവാ ഞാൻ നിർണ്ണയിക്കുന്ന ആംഗിളാണ്? AD എന്ന കോഡ് അല്ലേ. അപ്പോൾ AD എന്ന കോഡ് നിർണ്ണയിക്കുന്ന ഒരേ വൃത്തഭാഗത്തിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒരേ ആർക്കിലെ ആംഗിൾ ആംഗിൾ ABDയും പിന്നെ ACDയും. ACD എത്രയാണ് തന്നിട്ടുണ്ട്? 60. അപ്പോൾ ആംഗിൾ ABDയും എത്ര തന്നെ? 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ ACD ഈക്വൽ ടു 60 ഡിഗ്രി. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADB, ഈ ആംഗിൾ. അപ്പോൾ AB അതെന്ന കോഡ് അഥവാ ഞാൻ നിർണ്ണയിക്കുന്ന ഒരേ ആർക്കിലെ കോണുകൾ ഏതൊക്കെയാണ്? ആംഗിൾ ADBയും ആംഗിൾ ACBയും. രണ്ടും നമുക്ക് തന്നിട്ടില്ല. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ ADB അറിഞ്ഞൂടാ, ACB അറിഞ്ഞൂടാ. പക്ഷേ നമുക്കറിയാം ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ കൂട്ടിയാൽ എത്രയാണ്? എതിർ ശീർഷകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ D എന്ത് വരും? 180 ഡിഗ്രി. ആംഗിൾ B എത്രയാണ്? 60ഉം 50ഉം കൂട്ടിയാൽ 110. ആംഗിൾ D മുഴുവനും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആംഗിൾ CDB നമുക്ക് എത്രയാണെന്നറിയാം? 40 ഡിഗ്രി. അപ്പോൾ ആംഗിൾ CDB പ്ലസ് ഈ ആംഗിൾ D മുഴുവനായില്ല, ഈ ആംഗിളും കൂടെ ഉണ്ട്. അതേതാണ് ആംഗിൾ? ആംഗിൾ ADB. ഇത് കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 110 പ്ലസ് CDB 40 ആണെന്നറിയാം, ADB എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ആംഗിൾ ADB ഈക്വൽ ടു 180 ഡിഗ്രി. 110 40 150. 150 പ്ലസ് ആംഗിൾ ADB 180. അപ്പോൾ ആംഗിൾ ADB സമം 150 സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത്? 150 ആവും. പ്ലസ് 150 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 150. അപ്പോൾ ഈക്വൽ ടു 30. അപ്പോൾ ആംഗിൾ ADB എത്രയാണെന്ന് കിട്ടി? 30 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ ADB ആംഗിൾ ACB ഈക്വൽ അല്ലേ. അപ്പോൾ ആംഗിൾ ACB എത്ര തന്നെ വരും? 30 ഡിഗ്രി. ഈ ചിത്രത്തിൽ O ഈസ് ദി സെൻറ്റർ. ഇഫ് ആംഗിൾ OBC ഈക്വൽ ടു 30 ഡിഗ്രി, ഈ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ OBC 30 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ BCO ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. BC ആംഗിളിൻ്റെ അത് നടുക്കല്ലേ വരുന്നത്. BCO എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ വരും. അപ്പോൾ ഈ OBC എന്ന ട്രയാങ്കിൾ നോക്കിക്കേ. ഇതിനകത്ത് OBയും OCയും ഈക്വൽ അല്ലേ? എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെതിരെയുള്ള ആംഗിൾ 30 ആണെങ്കിൽ ഇതിനെതിരെയുള്ള ആംഗിളും എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ. പിന്നെ അപ്പം BCO എത്രയാണെന്ന് നമുക്ക് കിട്ടി? 30 ഡിഗ്രി. കിട്ടിയ മനസ്സിലായല്ലോ. OBC ഇവിടെ OBയും OCയും ഈക്വലാണ്. അപ്പോൾ OBക്കെതിരെയുള്ള ഈ ആംഗിളും OCക്കെതിരെയുള്ള ഈ ആംഗിളും ഈക്വലാണ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BOC ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി വരും? 180 വരും. അപ്പോൾ ഇത് 30, ഇത് 30, 30 30 60. അപ്പം 180ൽ നിന്ന് 60 കുറച്ചാൽ ഈ ആംഗിൾ കിട്ടത്തില്ലേ? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 180. അപ്പോൾ എന്ത് വരും? 30 പ്ലസ് ആംഗിൾ BOC ഈക്വൽ ടു 180 ഡിഗ്രി.
30 30 60 60 പ്ലസ് ആംഗിൾ ബി ഒ സി എത്ര വരും? 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി ഒ സി ഈക്വൽ ടു +60 സമത്തിനിപ്പുറം വരുമ്പോൾ -60. 180 - 60 120. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 120 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ ബി ഒ സി 120 ഡിഗ്രി. അപ്പോൾ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സായ ബിയും സിയും സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണിത് 120 ഡിഗ്രി. ഈ ആർക്കിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിൻ്റാണ് എ. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 120ൻ്റെ പകുതി 60 വരും. അപ്പോൾ ആംഗിൾ ബി എ സി 60 ഡിഗ്രി കിട്ടും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾസ് അല്ലേ? ഇത് 60 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വേണം. അപ്പോൾ ഇത് എത്ര വരും? 120. ഇതിൻ്റെ അവിടെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഈ ഒ ബി സി എക്സ് ആണെങ്കിൽ ആംഗിൾ ബി എ സി എന്തായിരിക്കും? നോക്കിക്കോണേ. ഈ ആംഗിൾ എക്സ് 30ന് പകരം എക്സ് ആണ്. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ഒ ബി സിയിൽ ഒ ബിയും ഒ സിയും തുല്യമാണ്. റേഡിയസ് ആണ്, ആരമാണ്, വൃത്തത്തിൻ്റെ ആരമാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ സൈഡിനെതിരെയുള്ള ആംഗിളും എക്സ് ആണ്. എന്താണ്? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും എക്സ്. അപ്പോൾ ആംഗിൾ ബി ഒ സി എന്ത് വരും? ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 അല്ലേ വേണ്ടത്? അപ്പോൾ എന്ത് വരും? 180 മൈനസ് എക്സ് പ്ലസ് എക്സ് ആയിരിക്കും ആംഗിൾ ബി ഒ സി വരുന്നത് അല്ലേ? ആംഗിൾ ബി ഒ സി ഈക്വൽ ടു, അപ്പോൾ 180 മൈനസ് 2x, എക്സും എക്സും കൂട്ടിയാൽ 2x അല്ലേ? 180 മൈനസ് 2x ആണ് ആംഗിൾ ബി ഒ സി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ആംഗിൾ ബി ഒ സി എത്രയാണോ അതിൻ്റെ പകുതിയല്ലേ ആംഗിൾ ബി എ സി വരുന്നത്. ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പോൾ 180നെയും 2 കൊണ്ട് ഹരിക്കണം, മൈനസ് 2x-നെയും 2 കൊണ്ട് ഹരിക്കണം. 180നെ 2 കൊണ്ട് ഹരിച്ചാൽ 90 അല്ലേ? 2x ഇവിടെ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, അപ്പം -x. അപ്പോൾ ആംഗിൾ ബി എ സി എത്ര വരും? 90 മൈനസ് എക്സ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഈ ഒ ബി സി എക്സ് ആണെങ്കിൽ ബി എ സി 90 മൈനസ് എക്സ് കിട്ടും. അപ്പം ബി ഡി സി എന്തായിരിക്കുമെന്ന്. ഈ 2 ആംഗിളും കൂടെ കൂട്ടിയാൽ എന്താണ് വേണ്ടത്? 180 അല്ലേ വേണ്ടത്. അപ്പോൾ ആംഗിൾ ബി എ സി 90 മൈനസ് എക്സ് കിട്ടിയാൽ ആംഗിൾ ബി ഡി സി സമം എന്ത് വരും? 180 മൈനസ് 90 മൈനസ് എക്സ്. അപ്പോൾ എന്ത് വരും? 180 ഈ മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ -90, ഈ മൈനസും മൈനസും പ്ലസ് എക്സ് ആകും. 180ൽ നിന്ന് 90 കുറച്ചാൽ എത്രയാ? 90 പ്ലസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ 90 പ്ലസ് എക്സ് ആയിരിക്കും. ഈ ആംഗിൾ 90 മൈനസ് എക്സ് ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 90 പ്ലസ് എക്സ് പ്ലസ് 90 മൈനസ് എക്സ്, പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോകത്തില്ലേ? അപ്പോൾ 180 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 90 പ്ലസ് എക്സ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി ഫിഗർ എ ബി സി ഡി ആർ കോഡ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് പി. എ പി ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ, ബി പി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, സി പി ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡി പി ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 കോഡുകൾ ഇങ്ങനെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇവിടെ വില കൊടുത്താൽ മതി. പി എ എത്രയാണ്? എ പിയും പി എയും ഒന്ന് തന്നെ, 9 ഇൻറ്റു പി ബി എത്രയാണ്? 4 ഈക്വൽ ടു പി സി 12 ആണ്. പി ഡി അഥവാ ഡി പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഗുണിക്കണം 12 സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് വരും? ഹരിക്കണം 12 ആവും അല്ലേ? ഈക്വൽ ടു പി ഡി. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 4നെയും 12നെയും 4 വെച്ച് ഹരിക്കാമല്ലോ. 4ൽ 4 ഒരു പ്രാവശ്യം, 12ൽ 4 3 പ്രാവശ്യം. ഇനി 9/3, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 3. അപ്പോൾ പി ഡി അഥവാ ഡി പി എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദി ഫിഗർ പി എ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ,
എ ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, പി ഡി ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. പി എ 6 ആണ്, എ ബി എത്രയാണ് 4 ആണ്, പി ഡി ഈ നീളം മുഴുവൻ 12 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ബി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പി എ 6ഉം എ ബി 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പം പി ബി എന്ത് വരും? 6 + 4 10 വരും പി ബി. പിന്നെ പി എ ഇൻറ്റു പി ബി പുറത്ത് എ ബി എന്ന കോഡ് സി ഡി എന്ന കോഡും നീട്ടി പുറത്ത് പി എന്ന പോയിന്റിൽ കട്ട് ചെയ്താലും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി സി. ഇവിടെ നമുക്ക് പി ഡി 12 ആണെന്ന് തന്നിട്ടുണ്ട്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ എത്രയാണ്? 6 ഇൻറ്റു പി ബി 10 ആണെന്ന് നമുക്ക് എ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു പി സി നമുക്ക് അറിഞ്ഞുകൂടാ. പി സി ഇൻറ്റു പി ഡി 12 ആണ്. അപ്പോൾ പി സി കണ്ടുപിടിക്കാൻ ഈ ഗുണിക്കണം 12 സമത്തിനിപ്പുറം വന്നാൽ പോരെ. അപ്പോൾ 6 ഇൻറ്റു 10 12 സമത്തിനിപ്പുറം വരുമ്പോൾ ബൈ 12 അതാണ് പി സി. ഈ 6നെയും 12നെയും 6 വെച്ച് ഹരിച്ചുകൂടെ. ഈ 6 12. ഇനി 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പം പി സി സമം നമുക്ക് എത്ര കിട്ടി? 5. അപ്പോൾ പി സി 5 ആണ്. പി ഡി മുഴുവൻ എത്രയാണ്? 12. ഈ നീളം മുഴുവൻ 12 ആണ്, ഇത് 5 ആണ്. അപ്പോൾ ഈ സി ഡി എത്രയായിരിക്കും? 12ന് 5 കുറച്ചാൽ പോരെ. 12 - 5 7. പി സി നമുക്ക് 5 എന്നും കിട്ടി. ഇവിടെ എ ബി ഡയമീറ്റർ ആണ്, പി ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ വരുമ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ഒരു കോഡ് ഡയമീറ്ററും പിന്നെ പെർപെൻഡിക്കുലർ കോഡും ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ പി ബി എന്ത് വരും? ഇവിടെ എ പി 9 എന്ന് തന്നിട്ടുണ്ട്, എ ബി 13 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചിത്രം നോക്കുക. എ പി എത്രയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്? 9. എ ബി മുഴുവനും എത്രയാണ്? 13. അപ്പം പി ബി എന്ത് വരും? 13ന് 9 കുറയ്ക്കണം, 4 അല്ലേ. ഈ എ ബി മുഴുവൻ 13 ആണ്, പി എ എന്ന് പറഞ്ഞാൽ എ പി 9 ആണ്, 4. അപ്പോൾ എ പി ഇൻറ്റു പി ബി ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണെന്നാണ് പറഞ്ഞത്? എ പി ഇൻറ്റു പി ബി പി സി സ്ക്വയർ ആണെന്നാണ് പറഞ്ഞല്ലേ. അതെന്താണെന്നൊക്കെ ഞാൻ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇവിടെ പി സി സ്ക്വയർ സമയം എന്ത് വരും? എ പി എത്രയാണ്? 9 ഇൻറ്റു പി ബി എത്രയാണ്? 4 അല്ലേ. 9 ഇൻറ്റു 4 36 ആണ്. പി സി സ്ക്വയർ 36 ആണെങ്കിൽ പി സി സമയം എത്ര വരും? √36. √36 ഏതാണ്? എത്രയാണ്? ഏത് രണ്ട് സംഖ്യകളെ ഗുണിച്ചാലാണ് 36 കിട്ടുന്നത്? 6 36. അപ്പോൾ √36 6 സെൻറ്റിമീറ്റർ ആയിരിക്കും പി സി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ ഒ ഈസ് ദി സെൻറ്റർ ഓഫ് സർക്കിൾ. ആംഗിൾ ഒ എ സി ഈക്വൽ ടു 20 ഡിഗ്രി, ഒ ബി സി ഈക്വൽ ടു 30 ഡിഗ്രി. എങ്കിൽ ഈ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ സി ഒ ആണ്. എ സി ഒ എന്ന് പറഞ്ഞ ആംഗിൾ ഏതാണ്? ഇതാണ്. അപ്പോൾ നിങ്ങൾ ഒ എ സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഏതൊക്കെയാണ് റേഡിയസ് വരുന്നത്? ഒ എ റേഡിയസ് ആണ്, ഒ സി റേഡിയസ് ആണ്, ഒ ബി റേഡിയസ് ആണ്. ഒരു സർക്കിളിലെ റേഡിയസ് ഒക്കെ ഈക്വൽ അല്ലേ. അപ്പോൾ ഈ 3 സൈഡും ഈക്വലാണ്. അപ്പോൾ ഈ ഒ എ സി എന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ 2 വശങ്ങൾ തുല്യമാണ്. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള ആംഗിൾ ഇത് 20 ആകുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? 20 ഡിഗ്രി. നമുക്ക് ആദ്യം അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എ സി ഒ എത്ര വരും? 20 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ ബി സി ഒ ആണ് നോക്കേണ്ടത്. ഈ ബി സി ഒ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി സി ഒ. അപ്പോൾ ഒ ബി സി എടുത്ത് അവിടെയും 2 വശങ്ങൾ തുല്യമാണ്. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള കോൺ 30 ആയതുകൊണ്ട് ഇതിനെതിരെയുള്ള കോൺ എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. ആംഗിൾ ബി സി ഒ 30 ഡിഗ്രി. ഇപ്പം നമുക്ക് ആംഗിൾ എ സി ബി മുഴുവൻ എത്രയാണ് പറയാമല്ലോ. ഇത് 20യും ഇത് 30യും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 + 30 എത്ര വരും? 50. ആംഗിൾ എ സി ബി 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഒ ബി എത്ര വരും? ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണിത്.
അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ മറുചാപത്തിലെ ഒരു പോയിൻ്റായ സിയിലെ ആംഗിളാണിത്. ഇത് 50 ആകുമ്പോൾ ഇതെത്ര വരും? ആംഗിൾ എ ഒ ബി 100 ഡിഗ്രി. ആംഗിൾ എ ഒ ബി 100 ഡിഗ്രി നോക്കിക്കോണേ. ആംഗിൾ എ ഒ ബി 100 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? ആംഗിൾ ഒ എ ബി. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രയാങ്കിൾ ഒ എ ബിയിലും അല്ലെങ്കിൽ ട്രയാങ്കിൾ എ ഒ ബിയിലും ഏതൊക്കെ സൈഡ് ഈക്വലാണ്? ഒ എ ഈക്വൽ ടു ഒ ബി. ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ കോൺ തുല്യമാണ്, ഈ കോണും തുല്യമാണ് അല്ലേ? അപ്പോൾ ഈ കോണിന് എന്ത് പറയാം? ആ കോണിൻ്റെ അക്ഷരം നടുക്ക് വരണം. ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ. ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ കണ്ടുപിടിക്കാൻ ഈ ആംഗിൾ 100 എന്നല്ലേ കിട്ടിയത്? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. 180 മൈനസ് 100 കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. 180-ൽ നിന്ന് 100 കുറച്ചാൽ 80. 80/2 എത്ര വരും? 40. അപ്പോൾ ഈ ഓരോ ആംഗിളും എത്ര വരും? 40. ഇതും എത്ര വരും? 40. അപ്പോൾ നോക്കിക്കേ, ഈ ട്രയാങ്കിളിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്, അതിനെതിരെയുള്ള ആംഗിളും തുല്യമാണ്. 3 ആംഗിളും കൂടെ കൂട്ടിയാലും 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഒ എ ബി 40 ഡിഗ്രി. ഒരു ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ ആംഗിൾ ആർ ക്യു ടി, അതായത് ഇത് 70 ഡിഗ്രിയാണ് എങ്കിൽ ആർ ക്യു പി എന്ത് വരും? ആർ ക്യു പി പിന്നെ ആംഗിൾ പി എസ് ആർ എന്താണ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ആർ ക്യു, ഇവിടെ ടി എന്നുള്ള പോയിൻ്റ് ഉണ്ട്. ആംഗിൾ ആർ ക്യു ടി 70 ഡിഗ്രി ആണെങ്കിൽ ഇതെന്താണ്? ഇത് ലീനിയർ പെയറാണ്. ലീനിയർ പെയർ ആകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വേണം. അപ്പോൾ ഇത് 70 ആകുമ്പോൾ ഇത് 110 അല്ലേ? എങ്ങനെ കിട്ടി? ആർ ക്യു പി 180 മൈനസ് 70 അതെത്രയാണ്? 110. ആംഗിൾ ക്യു 110, ആംഗിൾ ആർ ക്യു പി 110 എങ്കിൽ ആംഗിൾ പി എസ് ആർ എന്ത് വരും? ഇതെന്ത് വരും? പി ക്യു ആർ എസ് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എത്രയാണ്? 180. അപ്പോൾ ആംഗിൾ പി എസ് ആർ ഈക്വൽ ടു 180 മൈനസ് 110, അപ്പോൾ 70 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പി എസ് ആർ എന്ത് വരും? 70 ഡിഗ്രി. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആർ ക്യു ടി. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പി എസ് ആർ എന്ത് വരും? ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 അല്ലേ വേണ്ടത്? അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്ത് വരും? 180 മൈനസ് എക്സ്. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ആംഗിൾ പി എസ് ആർ എന്ത് വരും? എക്സ് വരും. കാരണം ആംഗിൾ ക്യൂവും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 വേണ്ടേ? അപ്പം 180 മൈനസ് എക്സിൻ്റെ കൂടെ എക്സ് കൂട്ടിയാലല്ലേ 180 ആകത്തുള്ളൂ. പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോയി, അപ്പം 180 ആവും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് 180 മൈനസ് എക്സ് എന്ന് കിട്ടി. ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ് വേണ്ടത്? 180. അപ്പോൾ 180-ൽ നിന്ന് നമ്മൾ ഈ 180 മൈനസ് എക്സ് കുറച്ചാലും മതി ഞങ്ങൾക്ക്. അപ്പോൾ എൻ്റെ വരും 180 മൈനസ് 180 അല്ലേ? മൈനസ് കൊണ്ട് ഗുണിച്ചാൽ മൈനസ് 180, മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് എക്സ് ആകും. അപ്പോൾ 180 കുറച്ചാൽ 0 അല്ലേ? പിന്നെ ബാക്കി വരുന്ന എക്സ്. അപ്പോൾ ആംഗിൾ പി എസ് ആർ ഈക്വൽ ടു എക്സ്. പിന്നെ കൺസ്ട്രക്ഷനിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഈ പ്രാവശ്യം ഫോക്കസ് ഏരിയയിലുള്ളൂ. കൺസ്ട്രക്ഷൻ നമുക്ക് എളുപ്പം മാർക്ക് മേടിക്കാവുന്നതാണ്. ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 7 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ അതിൻ്റെ വീതി എത്രയാണോ അത്ര ഇങ്ങോട്ട് നീട്ടുക. അപ്പോൾ ഇത് മൊത്തം എത്രയായി? 10 സെൻറ്റിമീറ്ററായി. ഈ 10 സെൻറ്റിമീറ്ററിന് ലംബ സമഭാജി വരയ്ക്കുക. ലംബ സമഭാജി എങ്ങനെയായിരുന്നു വരയ്ക്കുന്നത്? ഇവിടുന്ന് പകുതി കൂടുതൽ നീളമെടുത്ത് ഇവിടെ ഒരാർക്ക്, താഴെ ഒരാർക്ക്, അതേപോലെ തന്നെ അല്ലേ ഇവിടെ ഒരാർക്ക്, പിന്നെ താഴെ ഒരാർക്ക്. അങ്ങനെ ലംബ സമഭാജി വരച്ചു കഴിഞ്ഞാൽ
ഇത് ഇത്രയും റേഡിയസ് ഇവിടെ ഇത്രയും റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് എന്ത് വരയ്ക്കുക, സെമി സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഈ വീതി 3 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, ഈ സെമി സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഇത്രയുമായിരിക്കും സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഇത് ഇത്രയും നീളം തന്നെ കോമ്പസിൽ എടുത്തുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ കുത്തി ഇവിടെയും വരയ്ക്കുക, അങ്ങനെ ഇവിടെ നിന്ന് മുകളിലോട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ കിട്ടി. പിന്നെ വരയ്ക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ ഉള്ളു. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 4 സെൻറ്റിമീറ്റർ. പരിവൃത്ത ആരം 4 സെൻറ്റിമീറ്ററും 2 കോണുകൾ 40 ഡിഗ്രി 75 ഡിഗ്രിയുമുള്ള ത്രികോണം വരയ്ക്കുക. അത് വരയ്ക്കാൻ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം, 4 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം റേഡിയസ് അടയാളപ്പെടുത്തുക. ഇവിടെ കോണുകൾ 40 75 എന്നാണ് തന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇരട്ടി എടുക്കുക. 80 75ൻ്റെ ഇരട്ടി 5 5 10 150 അല്ലേ. എന്നിട്ട് സെൻറ്റർ O, ഇത് A. എന്നിട്ട് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 80 ഡിഗ്രി അടയാളപ്പെടുത്തുക. പിന്നെ 150 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ ഇത് 80 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. ഇത് 150 ആകുമ്പോൾ ഇത് 75 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 80, ഇത് 150. ഇവിടുത്തെ ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾ കൂട്ടിയാൽ 360 അപ്പം 150ഉം 80ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 230 അല്ലേ. 150ഉം 80ഉം കൂടെ കൂട്ടിയാൽ അപ്പോൾ ഇത് എത്ര വരും? 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 360. അപ്പം 360ൽ നിന്ന് 230 കുറയ്ക്കുക. 0 3 2 1 3. ഈ ആംഗിൾ 130 കിട്ടിക്കോളും. രണ്ടെണ്ണം ചെയ്ത് കഴിയുമ്പോൾ 130ൻ്റെ പകുതി ഇത് വരും. എത്ര വരും? 65. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും, ഒന്ന് 40, ഒന്ന് 75, 65, ഇത് കൂട്ടിയാൽ 180 ഡിഗ്രിയും ആയിരിക്കും. എന്നിട്ട് ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കുക. ചിലപ്പോൾ വശങ്ങൾ അളന്നെഴുതുക എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്.